ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ട്രാവലിംഗ് വ്ലോഗാണ്. ഇത് അൽ വക്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള വക്ര ബീച്ചാണ്. ഇവിടെ ഇന്ന് ഈദ് പ്രമാണിച്ച് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ റൂമിൽ നിന്നും ഒരു 10 മിനിറ്റ് ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും. ഇവിടെ നമുക്ക് പഴയ പുരാതന രീതിയിലുള്ള ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം മൺകട്ട കൊണ്ടൊക്കെ കിട്ടിയ പുരാതന രീതിയിലുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് ഇന്നിപ്പോൾ ഈദ് ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ 3-4 ദിവസം അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 8:30 ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഒരുപാട് ഫാമിലീസും അല്ലാത്തവരും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇത് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് ബീച്ചിൽ നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഇത് ഫ്രീ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. 8:30 തൊട്ട് ഫയർ വർക്ക്സ് ആണ്. പിന്നെ അതിനകത്ത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തുള്ള ഷോപ്പുകളൊക്കെ നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പുകളാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ കുടിക്കാനോ ഒക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പുറത്തുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ടേ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. കാരണം ഫാമിലീസായിട്ട് വരുന്നവർക്ക് ഒരുപാട് മലയാളീസിനെ ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇവിടെ ഈ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വരുന്നതാണ്. ഇപ്പം 3 ദിവസം എല്ലാ സെക്ടറിലും ഹോളിഡേയ്സ് ആയിരുന്നുകൊണ്ട് എല്ലാവർക്കും ഹോളിഡേ തന്നെയാണ്. അപ്പം എല്ലാവരും ഈദ് ഹോളിഡേയ്സ് ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ പുരാതന രീതിയിലുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മൺകട്ട കൊണ്ട് കെട്ടിയതും ആ ഒരു പഴയ തനതായ ഒരു അറബിക് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇവരൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊരു ഹോട്ടലാണ്, സൂക്കൽ വക്ര എന്ന് പറയുന്നത്. വക്ര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഹോട്ടലുകളാണ്. ഇപ്പോൾ ആർക്കെങ്കിലും വന്ന് ബീച്ച് സൈഡിൽ സ്റ്റേ ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ സ്റ്റേ ആവുന്നതാണ്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ഇതൊക്കെ ചെറിയ ചെറിയ റീറ്റെയിൽ മാർട്ടുകളാണ്, ഓരോരോ മാർട്ടുകളാണ്. ഇവിടെ കുറേ പഴയ പ്രതിമ പോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കയാക്ക് പോലത്തെ 2 സാധനമുണ്ട്, നമുക്ക് ബോട്ടിങ്ങൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രതിമയെ കണ്ടു. ഇവൻ്റെ തല എവിടെ പോയെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇത് ഒരു ഷോപ്പാണ്. ഇത് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. എന്തോ ഇന്ത്യയിലിൻ്റെ അങ്ങനെ എന്തോ പരിപാടിയാണ്. ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് ബീച്ച്. ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലുള്ള കാഴ്ചകൾ കണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഒരുപാട് പേര് ഇന്ന് വന്നിട്ടുണ്ട്, ഫാമിലീസായിട്ടും കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ കളിക്കാനായിട്ട്. ഇവിടെ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. അവിടെ ബാച്ചിലേഴ്സിന് അലൗഡല്ല. നമ്മൾ വിത്ത് ഫാമിലി ആണെങ്കിൽ മാത്രമേ അതിനകത്തോട്ടുള്ളൊരു എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ കക്ക പോലത്തെ ഉള്ളൊരു പേളിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് ഫാമിലി ഏരിയ. ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. നമ്മൾ ഫാമിലി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എൻട്രി ഇല്ല ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങി നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അങ്ങ് ദൂരെ കുറേ പേരൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഒരു 8:30 ഫയർ വർക്ക്സ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നിറച്ച് റഷ് ആവുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. നല്ലൊരു സിറ്റുവേഷനാണ്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലുണ്ട്. പിന്നെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഒരുപാട് കുട്ടികളും ഫാമിലീസും ഒക്കെ ഉണ്ട്. ഒരുപാട് മലയാളി ഫാമിലീസുകളാണ് കൂടുതലുള്ളത്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉടനെ തന്നെ ഈ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് അകത്തോട്ട് എൻട്രി ഇല്ല എങ്കിലും നമ്മളങ്ങനെ തോറ്റു കൊടുക്കില്ല. എങ്ങനെയെങ്കിലും അകത്ത് കയറി പറ്റും. നമ്മളകത്ത് കയറി പറ്റിയിട്ടുണ്ട്. നമ്മൾ മലയാളിയല്ലേ, നമ്മളോട് ആ കളി. നമ്മളൊരു ഫാമിലി എടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റേറ്റാണ്. അപ്പം 8:30 തന്നെ നമ്മുടെ ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൃത്യം 8:30 തന്നെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 മിനിറ്റോളം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസമായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. ഒരുപാട് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് കടലിൻ്റെ നടുക്കായിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ കറക്റ്റ് 8:30 ആയപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കറക്റ്റ് 8:30 തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ഫാമിലീസും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറേ ദൂരത്തിൽ നിന്നാൽ തന്നെ ഇത് കാണാം. നമുക്ക് കുറച്ചുകൂടെ അടുത്താണ് ഇതിനുള്ളൊരു സൗകര്യം കിട്ടിയത്. ഒരു മലയാളി ചേട്ടൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റിയത്. അപ്പോൾ അത്യാവശ്യം അടുത്ത് നിന്ന് തന്നെ ക്ലോസ് റേഞ്ചിൽ എനിക്കിത് കാണാൻ പറ്റി. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് കുറച്ച് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗ് പോലെ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഒരു കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോഴത്തേക്കും ബൈ.